ഇനി നമ്മൾ മാവേലിക്കരയിലേക്കാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ് മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി അരുൺകുമാർ. പ്രചാരണത്തിൻ്റെ ഭാഗമായി അരുൺകുമാർ എത്തുന്ന കേന്ദ്രങ്ങളിൽ വലിയ ജനപിന്തുണ കാണാനാവുന്നുണ്ട്. ജനങ്ങളുടെ ആവേശത്തിൽ വളരെ സന്തോഷം തോന്നുന്നു എന്നുകൂടിയാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. LDF സ്ഥാനാർത്ഥി അരുൺ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് അരുണെ, നമ്മുടെ ആദ്യവട്ട പ്രചരണം മണ്ഡലം ഏതാണ്ട് ഒരു ചുറ്റ് പൂർണ്ണമായിട്ടും എത്തിയെന്ന് തോന്നുന്നല്ലേ? കുട്ടനാട്ടിൽ വളരെ ആവേശകരമാണ്. ഈ പറയുന്ന പടിഞ്ഞാറ് നിന്നുള്ള നല്ല ചൂടൊക്കെ വന്നാലും ഞങ്ങളെ പ്രവർത്തകരെല്ലാം വളരെ ആവേശകരമായി നിൽക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. വളരെ സന്തോഷത്തിലാണ് ഞാൻ. രാവിലെ മാവേലിക്കരയൊക്കെ ആയിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? എല്ലായിടവും നല്ല ചെറുപ്പക്കാരെന്നുള്ള ഒരു ഉന്മേഷം. എനിക്ക് അതിനകത്ത് കിട്ടുന്ന ഉന്മേഷം എന്താ പറയുന്നത്, ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന മുതിർന്ന പ്രവർത്തകർ സഹാക്കളെല്ലാം നടത്തുന്ന ആവേശകരമായ പ്രവർത്തനം കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എനിക്ക് അതിനൊക്കെ എൻ്റെ പ്രായത്തിനേക്കാൾ ആവേശം എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷകരമാണ്. വളരെ കൃത്യമായും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഫ്ലോയിൽ നമ്മളങ്ങോട്ട് പോവുകയാണ്. വലിയ വിജയം നമ്മളിവിടെ നേടിയെടുക്കും. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളാണുള്ളത്. കാര്യം ഒട്ടനവധി പ്രശ്നങ്ങൾ കുട്ടനാട്ടിലുണ്ട്. അതെ ആ പ്രതീക്ഷകൾക്കെല്ലാം എന്താ പറയുന്നത് അർത്ഥമുണ്ടാകും. അവരോടൊപ്പം നമ്മളുണ്ട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താ പറയുന്നത് ഉറച്ചു പറയുന്ന കാര്യങ്ങൾ. ജനങ്ങൾക്കൊപ്പമാണ്. അവരെ സഹായിക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിക്കും. ഈ നാടിന് എന്താണ് ഒരു പാർലമെൻറ്റ് മെമ്പർ നൽകേണ്ട വികസനം, അത് നോക്കി കണ്ടുകൊണ്ട് അതിനനുസൃതമായ വികസനം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് കുട്ടനാട് പാക്കേജ് അടക്കമുള്ള ഫണ്ടുകളൊന്നും കേന്ദ്രത്തിൽ നിന്ന് ഇപ്പം എന്താ പറയുന്നത് ഈ കുട്ടനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തകരെല്ലാവരും നമ്മുടെ നേതാക്കന്മാർ ലീഡർഷിപ്പ് എല്ലാം പ്രദേശങ്ങളിൽ വീടാന്തരം കയറുമ്പോൾ ആ പ്രദേശങ്ങളിലുണ്ടാകുന്ന പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കും. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്താൻ പോവാണ്. എങ്ങനെയാണ് പുതിയ ഒരു സഹപ്രവർത്തകരുടെയൊക്കെ അല്ല അങ്ങനെ എന്താ പറയുന്നത്, ഇത് ഞാനിപ്പോൾ എന്താ പറയുന്നത് ഞാനൊരു ചെറുപ്പം എന്ന നിലയിൽ എനിക്കിപ്പോൾ വല്ലാത്ത ആവേശത്തിലാണ് നിൽക്കുന്നത്. കാര്യം എന്താ പറയുന്നത്, ഇത് പണ്ട് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരുന്ന തിരഞ്ഞെടുപ്പ് വർക്ക് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സഹാക്കളെല്ലാവരും വന്നുകൊണ്ട് ഇവിടുത്തെ LDF കൺവീനറടക്കം ഉച്ച മുതൽ നമ്മുടെ കൂട്ടത്തിലാണ്. അപ്പം ഒരു തർക്കവുമില്ല, ഞങ്ങളിവിടെ പിടിച്ചെടുക്കും. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെ 20 സീറ്റുകളും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹം അടക്കം ഏറെ ആവേശകരമായിട്ടാണ് യാത്രയാക്കി വിട്ടിട്ടുള്ളത്. എന്തായാലും വളരെ വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടനാട്ടിലെത്തിയിരിക്കുന്ന നമ്മുടെ LDF സ്ഥാനാർത്ഥി. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകുമെന്നാണ് കുട്ടനാട്ടിലെ ജനങ്ങളും വിലയിരുത്തുന്നത്.